നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. മാംഗോസിന്റെ ചുവട്ടിൽ ഗ്രാമഫോണും സംഗീതവും നിലച്ചിട്ട് ഇന്നത്തേക്ക് 27 വർഷം. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിലായിരുന്നു അക്ഷരങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. കുത്തിനഹാരത ലിത്താപ്പോ സഞ്ചിത ബാലിക ലിത്താപ്പി. എന്റെ ഉപ്പൂപ്പാക്കൊരു ആനുണ്ടായിരുന്നു എന്ന കൃതിയിലെ ബഷീറിന്റെ കുസൃതി തിളങ്ങി നിൽക്കുന്ന എത്ര വരികൾ വായിച്ചാലാണ് മതിയാവുക. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ കൃതി ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരെ, ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൃതിയെങ്കിലും നമുക്ക് വായിക്കാം. തലകളുടെ അകവും ശുദ്ധിയാക്കുക എന്ന് നല്ല പ്രവർത്തിക്കുക നമ്മയാവട്ടെ നിങ്ങളുടെ മുദ്രാവാക്യം. തുകളിയിൽ സ്നേഹം ഒരുക്കിയ സുൽത്താൻ പ്രണാമം. നന്ദി, നമസ്കാരം. നമ്മക്കൊണ്ടൊരു സുൽത്താനെ, കഥയുടെ സ്വന്തം സുൽത്താനെ. പാമ്പും വവ്വാൽ ജീവികളെല്ലാം നമ്മൾ പോലെ ഭൂമിയുടെ സ്വന്തമെന്ന് പഠിപ്പിച്ചു. ഒന്നായി നിന്നാൽ വലിയൊന്നാകാം, ഒന്നായി നിന്നാൽ നന്നാകാം പറഞ്ഞു തന്ന സുൽത്താനെ, ബേപ്പൂരിന്റെ സുൽത്താനെ. ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഓ, എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോന്ന്? നാരായണി, അവിടെ തന്നെ നിൽക്കണേ. ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ?